ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമുക്കൊരു വൈൻ ഉണ്ടാക്കാം. ഞാൻ ബീട്രൂട്ട് വൈനാണ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 1 കിലോ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസ് ഇഞ്ചിയാണ് ചതച്ചത്. പിന്നെ 3 പട്ട നീളത്തിൽ 3 പട്ട, പിന്നെ 5 ഗ്രാമ്പു, 5 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചത്, വെള്ളം. ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞോളാം. ആദ്യമായിട്ട് നമുക്ക് കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് 1 കിലോ ബീട്രൂട്ടിന് 2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. 2 ലിറ്റർ വെള്ളം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ട് ഇടാം. ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് ചതച്ച് വെച്ച് ഇഞ്ചി 2 പീസ് ഇഞ്ചിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട ഇട്ട് കൊടുക്കാം, ഏലക്ക ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 ഫിസിൽ കേൾക്കുന്നത് വരെ കുക്കറിൽ ഇരിക്കണം. 3 ഫിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യും. കുക്കർ നമുക്ക് ഇനി കത്തിക്കാം. 3 ഫിസിൽ കേൾക്കട്ടെ. കുക്കർ 3 ഫിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി അരിച്ച് ഒഴിക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. നമ്മൾ കുക്കറിൽ നിന്ന് അരിച്ചൊഴിച്ച സിറപ്പാണ് ഇത്. ഇനി നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ബാക്കി ഷുഗറും എല്ലാം ചേർത്ത് ഇളക്കി വെക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്: യാതൊരു കാരണവശാലും നനഞ്ഞ സ്പൂണോ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നല്ല ഉണങ്ങിയ പാത്രങ്ങളിൽ വേണം ഒഴിച്ചു വയ്ക്കാനുള്ളത്. പിന്നെ കുപ്പിയിൽ ഒഴിക്കുമ്പോഴും നമ്മൾ നിറച്ചൊഴിക്കാൻ പാടില്ല, 1/4 ഭാഗം ഒഴിക്കണം. അടപ്പ് ഇറുക്കി അടയ്ക്കാനും പാടില്ല, കുറച്ച് ലൂസാക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സിറപ്പ് നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പഞ്ചസാര ഇടാം. ഞാൻ ഈ കപ്പാണ് ഉപയോഗിച്ചത്. ഇതിൽ 3.5 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3.5 കപ്പ്. അത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിന് 2 സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഉണങ്ങിയ പാത്രങ്ങൾ വേണം ഇതിന് ഉപയോഗിക്കാൻ. കുപ്പി അല്ലെങ്കിൽ ഭരണി ഉപയോഗിക്കാം. പിന്നെ കുപ്പിയിൽ ഒഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ നിറച്ചൊഴിക്കാൻ പാടില്ല. ഏകദേശം 1/4 വരെ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം നോക്കൂ, സ്വാദിഷ്ടമായ ബീട്രൂട്ട് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. 3 ദിവസം കഴിഞ്ഞ് നമുക്ക് അടിപൊളി വൈൻ കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.